വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും മുടിയെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും മുടിയെ കുറിച്ച് വല്ല അപ്ഡേറ്റും ഉണ്ടോ എന്ന രീതിക്ക് ചോദിച്ചിട്ട്. ഇതൊരു ഉപ്പും മുളകും ബേസ് ചെയ്തിട്ടുള്ളൊരു അപ്ഡേറ്റ് അല്ല, മുടിയൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു അപ്ഡേറ്റ് മാത്രമാണ്. അതായത് ഇപ്പോൾ കറൻ്റ്ലി മുടിയൻ വേറെ പ്രൊജക്ട്സൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഉപ്പും മുളകും വിട്ട ശേഷം മുടിയൻ കുറേ നാളുകൾ ഒരു സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് ആയിരുന്നില്ല, ഒന്നും തന്നെ ആയിരുന്നില്ല. പിന്നെ ആ ഒരു ഇൻ്റർവ്യൂക്ക് ശേഷം മുടിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ യൂട്യൂബ് ചാനലിൽ ആക്റ്റീവായിട്ടുണ്ടാവും എന്ന രീതിക്ക്. എന്നിട്ട് 1-2 വീഡിയോസ് ഇട്ടിട്ട് യൂട്യൂബ് ചാനലും മുടിയൻ അവോയ്ഡ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് അതിൽ വീഡിയോസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അലയൻസ് എന്ന പരിപാടിയിലേക്ക് മുടിയൻ ചേക്കേറുകയുണ്ടായിരുന്നു. മുടിയൻ പോയ സമയത്ത്, അലയൻസിലേക്ക് പോയ സമയത്ത് അലയൻസിൻ്റെ ഡയറക്ടറായിരുന്നത് ഉപ്പുമുളകിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടറായ രാജേഷ് തൽച്ചിറ തന്നെയാണ്. അതിലും അലയൻസിലും കുറച്ച് കാലം ഉണ്ടായിരുന്നു മുടിയൻ. ഇപ്പോൾ മുടിയൻ പുതിയതായിട്ട് ലേഡീസ് റൂമിലോട്ടും വന്നിട്ടുണ്ട്. അതായത് കൗമുദിയുടെ തന്നെ ലേഡീസ് റൂം എന്ന പുതിയ സിറ്റ്കോം പരിപാടിയിൽ അതിലേട്ടും മുടിയൻ എൻട്രി കൊടുത്തിട്ടുണ്ട്. ആ ലേഡീസ് റൂമിൽ നമ്മളുടെ എല്ലാവർക്കും അറിയാം, സുരേന്ദ്രൻ ചിറ്റപ്പനായിട്ട് അഭിനയിക്കുന്ന ബിനോജ് കുളത്തൂർ, ഉപ്പുമുളകിൽ സുരേന്ദ്രൻ ചിറ്റപ്പനും ലേഡീസ് റൂമിലും ഉണ്ട് എന്ന്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ മുടിയൻ ഉണ്ടായിരുന്നു. അങ്ങനെ മുടിയൻ തൻ്റേതായിട്ടുള്ള പ്രോജക്ട്സുമായിട്ട് കൗമുദി TV ആയിട്ടുള്ള കോൺട്രാക്റ്റുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുടിയൻ ഇനി എപ്പോഴാണ് ഉപ്പുമുളകിലോട്ട് വരിക എന്ന് ചോദിച്ചാൽ ഇതുവരെ അതിനൊരു തീരുമാനം തന്നെ ആയിട്ടില്ല. നമ്മുടെ ഡയറക്ടറുടെ പേഴ്സണലായിട്ട് രാജേഷേട്ടൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചപ്പോഴും രാജേഷേട്ടൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, മുടിയൻ വരും പക്ഷേ ലേറ്റ് ആവും എന്ന രീതിക്കാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം മുടിയൻ ഉപ്പുമുളകിലോട്ട് വരാൻ യാതൊരു ചാൻസും തന്നെയില്ല. മുടിയൻ്റെ തനിച്ച് വേറെ പ്രൊജക്ട്സൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മുടിയൻ ഫാൻസിൻ്റെ ആശ്വാസം തന്നെയാണ് മുടിയനെ സ്ക്രീനിൽ കാണുന്നത്. പക്ഷേ വേറെ എത്ര പ്രൊജക്റ്റ് ചെയ്താലും മുടിയനാക്കിയത് ഉപ്പുമുളകും തന്നെയാണ്. അപ്പം ഉപ്പുമുളകിലോട്ട് തിരിച്ച് വരാതെ ഉപ്പുമുളകും ഫാൻസിനും മുടിയൻ ഫാൻസിനും അതൊരു വിഷമം തന്നെയായിരിക്കും. എത്രയും പെട്ടെന്ന് ആ ഒരു തിരിച്ചുവരവ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങൾ മുടിയൻ്റെ ഒരു റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.